മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികൾ മുംബൈയിലെ സലൂണിൽ. കുട്ടികൾ സലൂണിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ഇരുവരും മുംബൈയിലെത്തിയിട്ടുണ്ടെന്ന് താനൂർ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, കുട്ടികളുടെ നിലവിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ മുംബൈയിൽ എത്തി എന്നുള്ളത് ഉച്ചയ്ക്ക് തന്നെ താനൂർ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണവും പരിശോധനയും എല്ലാം നടക്കുന്നത്. കുട്ടികളുടെ ടവർ ലൊക്കേഷൻ, മൊബൈൽ നമ്പർ ടവർ ലൊക്കേഷനും മറ്റൊന്നും തന്നെയാണ് പരിശോധിച്ചു വരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഈ കുട്ടികൾ രണ്ടുപേരും മുംബൈയിലെ ഒരു സലൂണിൽ മുടി വെട്ടുന്നതിന്റെയും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുംബൈയിലെ സലൂണിലെ മലയാളിയുടെ സലൂണാണ്. അവർ ഈ കുട്ടികളുമായി സംസാരിച്ചു. അപ്പോൾ വിവാഹത്തിന് പോകാൻ വേണ്ടി വന്നതാണ് എന്നാണ് കുട്ടികൾ ആ സലൂൺ ഉടമയോട് പറഞ്ഞിട്ടുള്ളത് എന്നും ആണ് പോലീസിന് ലഭിച്ച വിവരം. പക്ഷേ ഈ കുട്ടികൾ ഇപ്പോഴെവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിനായിട്ടില്ല. പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി താനൂരിൽ നിന്ന് പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കുട്ടികൾ മുംബൈയിലുണ്ട്, സുരക്ഷിതമായി ഒരു സ്ഥലത്ത് തന്നെ ആവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസിനും കുടുംബാംഗങ്ങൾക്കുമുള്ളത്. വിശദമായ പരിശോധന മലയാളി അസോസിയേഷന്റെ എല്ലാ സഹായത്തോടു കൂടി കുട്ടികളെ കുറിച്ച് മുംബൈയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരദ. ശാന്തകുമാർ, ഈ കുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് എപ്പോഴാകും മുംബൈയിലേക്ക് തിരിക്കുക? ഈ കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ല ഉപയോഗിക്കുന്നത് എന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇവരുടെ സൈബർ സെല്ല് വഴി ഇവർ ബന്ധപ്പെട്ട മറ്റ് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഒരു മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഫോണിലെ ലൊക്കേഷനും അതുമായി ബന്ധപ്പെട്ട സൈബർ സെല്ലിന്റെ പരിശോധനകൾ വഴിയാണ് ഇപ്പോൾ കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുന്നത്. ഈ കുട്ടികൾ മുംബൈയിൽ നിന്ന് മറ്റ് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു പഴയ ഫോണാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കുട്ടികൾ സലൂണിൽ എത്തിയപ്പോൾ സലൂണിലെ ഫോൺ ഉപയോഗിച്ച് ഈ മുംബൈയിലെ ഈ പരിചയമുള്ള ഒരു യുവാവുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യവും സലൂൺ ഉടമ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം തന്നെയാണ് ഈ കാര്യത്തിൽ നടത്തുന്നത്. മുംബൈ പോലീസിന്റെയും മുംബൈയിലെ മലയാളി അസോസിയേഷനുകളുടെയും നേതൃത്വത്തിലും ഈ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുക തന്നെയാണ് ഇപ്പോഴും. ശരി. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികൾ മുംബൈയിലെ സലൂണിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ. ഇതിന് പോയാൽ നമുക്ക് മറ്റേ വണ്ടി എന്താടി അച്ഛൻ ഇവിടുന്ന് എസ്കേപ്പ് ആവണ്ട പെട്ടെന്ന്. ഇതിന് പോയാൽ നമുക്ക് മറ്റേ